പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഹോസ്റ്റലിൽ CBIയുടെ ശാസ്ത്രീയ പരിശോധന. അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊപ്പം ഫോറൻസിക് സംഘവും പരിശോധനയ്ക്കുണ്ട്. ശുചിമുറിയിൽ CBI DIGയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഡെമ്മി പരിശോധന നടത്തി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, ഈ പരിശോധന പൂർത്തിയായിട്ടുണ്ടോ? CBI എന്താണ് അവിടെ സംശയിക്കുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുജികുമാർ, CBI DIG ആയിട്ടുള്ള ലവ്ലി കട്ടിയാറിന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് ഇപ്പോൾ ഹോസ്റ്റലിൽ പരിശോധന നടത്തുന്നത്. രാവിലെ 9:00 പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന പോലീസിന് കീഴിലെ ഫോറൻസിക് സംഘവും CBI വിദഗ്ധരും ഈ സംഘത്തിലുണ്ട്. സിദ്ധാർത്ഥനെ മർദ്ദിച്ച ഹോസ്റ്റലിന്റെ നടുത്തളം 21 നമ്പർ മുറി എന്നിവിടങ്ങളിൽ പരിശോധന ആദ്യമായി നടത്തി. ഇതിനുശേഷമാണ് ഡോർമെട്രിയിലെ ശുചിമുറിയിൽ ശാസ്ത്രീയ പരിശോധന ആരംഭിച്ചത്. ശുചിമുറിയെ ജനലിൽ അടിവസ്ത്രത്തിൽ തൂങ്ങിയ നിലയിലാണ് സിദ്ധാർത്ഥനെ കണ്ടെത്തിയിരുന്നത്. ഇവിടെ നിന്ന് സംഘം തെളിവുകൾ ശേഖരിച്ചു. 11:30 മൃതദേഹത്തിന് സമാനമായ ഡമ്മി ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. മൃതദേഹത്തിന്റെ ഭാരവും ഉയരവുമുള്ള ഡമ്മിയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മരണം കൊലപാതകമാണെന്ന തരത്തിലുള്ള ആരോപണം ബന്ധുക്കൾ ഉൾപ്പെടെ ഉയർത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ശാസ്ത്രീയ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. മൃതദേഹം ആദ്യമായി കണ്ട വിദ്യാർത്ഥികളോട് ഉൾപ്പെടെ മൊഴിയെടുപ്പിന് ഹാജരാകാനുള്ള നിർദ്ദേശം CBI നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോളേജ് മുൻ ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ തുടങ്ങിയവരുടെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. CBIയുടെ SP-മാരായിട്ടുള്ള SK ഉപാധ്യായയും സുന്ദർവേലും ആണ് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ കേസ് അന്വേഷിച്ചിരുന്ന കൽപ്പറ്റ DYSP ആയിട്ടുള്ള NK സജീവനും ഈ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട്. വിജയകുമാർ. സുർജിത്ത്, ഇതിൽ ഈ മൊഴിയെടുക്കാൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടവരെല്ലാവരും, സഹപാഠികൾ, ഹോസ്റ്റൽ മുറിയിൽ ഉണ്ടായിരുന്നവർ, അവരൊക്കെ എത്തിയിട്ടുണ്ടോ? ലോക്കൽ പോലീസിന്റെ ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിന്റെ വിവരങ്ങൾ ഇതിനോടകം CBIക്ക് പോലീസ് കൈമാറിയിട്ടുണ്ടോ? അപ്പോൾ ആ നിലയിലുള്ള സഹകരണം എല്ലാ തരത്തിലും ഈ CBI സംഘത്തിന് ഈ കോളേജിന് ക്യാമ്പസിൽ ലഭിക്കുന്നുണ്ടാകുമല്ലോ, അല്ലേ? തീർച്ചയായും ഉണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ, അന്വേഷണം തൊട്ട് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള DYSP NK സജീവൻ CBI സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. അങ്ങനെ CBI സംഘത്തിന് ഇതിന്റെ ട്രാൻസ്ലേറ്റഡ് കോപ്പി അടക്കം രേഖകളുടെ വിവരങ്ങളെല്ലാം തന്നെ കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല, ഏതാണ്ട് പൂർണ്ണ സമയവും അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് പൂർണ്ണാർത്ഥത്തിലുള്ള സഹകരണം CBI സംഘത്തിന് നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി CBI സംഘത്തിന് മുമ്പാകെ വിദ്യാർത്ഥികളുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നത് തുടരുകയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശും അമ്മാവൻ ഷിബുവും CBI സംഘത്തിന് മുമ്പാകെ മൊഴി നൽകാൻ എത്തിയിരുന്നു. അവർ വിശദമായ മൊഴി, അവരുടെ സംശയങ്ങൾ, അവർ ഉയർത്തിയ ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ ആവർത്തിക്കുന്ന നിലപാടാണ് ഉണ്ടായത്. ഇത് കൊലപാതകമാണെന്നുള്ള ആരോപണമാണ് പ്രധാനമായും ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണത്തിൽ അത്തരത്തിലേക്ക് എത്താവുന്ന വിധത്തിലുള്ള തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തുക വഴി സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത്. അത്തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ.